ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് തിരക്കായി പോയി. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. ശനി ഞായറൊക്കെ നടന്ന്. അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെയുള്ളത് ഞാൻ പറയാം. വീക്കെൻഡ് ശനിയാഴ്ച വളരെ രസമുള്ള ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അക്ബറിനെ റോസ്റ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡായിരുന്നു ഫസ്റ്റ് ശനിയാഴ്ച നടന്ന കേട്ടോ. വേറെ ഒന്നല്ല, കഴിഞ്ഞ ആഴ്ചയിലെ അക്ബറിന്റെ കുറെ പ്രവർത്തനങ്ങൾ, അതായത് അനുമോളുടെ അടുത്ത്, അതുപോലെ തന്നെ ഷാരികയുടെ അടുത്തൊക്കെ അക്ബർ ഭയങ്കര അരഗന്റ് ആയിട്ട്, വളരെ മോശമായിട്ട് ആക്രമിക്കാൻ ചെല്ലുന്ന, അതായത് ചെന്നായനെയൊക്കെ പോലെ ഒരുമാതിരി വല്ലാത്ത രീതിയിലുള്ള അഗ്രസീവ് മോഡല് കുറച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടോ. അപ്പം അന്ന് കാണുമ്പോൾ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഹോട്ട്സ്റ്റാറിലെ കമന്റ് ബോക്സിലൊക്കെ പൊതുവെ പറഞ്ഞിട്ടുള്ളതാണ് അക്ബർ, അബി, അതുപോലെ തന്നെ അപ്പാനി, ഇവരുടെയൊക്കെ അഗ്രസീവ്, അല്ലെങ്കിൽ ഒനീലിന്റെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ലാലേട്ടൻ വന്നതും കഴിഞ്ഞ ആഴ്ചയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ച് അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കിച്ചണിലെ സിങ്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ടുണ്ട്, അതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ലാലേട്ടൻ റൈസ് ആവുന്നത്. അക്ബറിന് വാട്ടർ ആ സിങ്ക് പ്ലംബർ ആണോ, അക്ബറിന് സിങ്ക് നേരാക്കാൻ അറിയോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അതിലത്തെ വെള്ളം കുറച്ച് സ്വന്തം തലയിൽ ഒഴുക്കി, അപ്പൊ എങ്കിൽ കുറച്ച് തണുക്കട്ടെ എന്നൊക്കെ രീതിയിൽ അതൊക്കെ ഭയങ്കര റൈസ് ആയിട്ടാണ് കേട്ടോ ലാലേട്ടൻ സംസാരിക്കുന്നത്. ശരിക്കും നല്ല ഒരു കാര്യമായിട്ട് തോന്നി. കാരണം മലയാളം ബിഗ് ബോസിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള സീസണിൽ, അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെയാണ് എല്ലാം ആങ്കർ ചെയ്തേക്കുന്നത്. അത് നമ്മളിങ്ങനെ പ്രോമോ ഒക്കെ കാണുമ്പോൾ വിചാരിക്കും ഒന്നും എന്തോ ഭയങ്കര വലിയതായിട്ട് അവരെ വഴക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊമോയില് കാണുന്ന ഒരു സാധനം അല്ലായിരിക്കും എപ്പിസോഡിൽ വരുന്നത്. പക്ഷെ കഴിഞ്ഞ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കറക്റ്റ് സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഒരു ഹോസ്റ്റ് നല്ല രീതിയിൽ എന്താ പറയാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് ലാലേട്ടൻ കാണിച്ചു തന്നു. ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നന്നായിരുന്നു. അതായത് അക്ബറിനെയും ഒനീലിനെയൊക്കെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെയൊക്കെയാണോ സംസാരിക്കുന്നത്, വീട്ടിൽ ഇതുപോലെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അക്ബർ കൺഫെഷൻ റൂമിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ പോയ അക്ബറിന് പെട്ടെന്ന് ഒരു ഷോക്കായിരുന്നു കേട്ടോ. സ്വന്തം ഉമ്മയുടെ വോയിസ് ആണ് കേൾപ്പിക്കുന്നത്. ഉമ്മ പറയുന്നുണ്ട്, മോനെ ദേഷ്യം കുറയ്ക്കണം, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വീട്ടില് കളിച്ച് ചിരിച്ച് നടന്ന മോനല്ലേ, അതുപോലെ നിനക്ക് അവിടെ നിന്നുകൂടെ, നീ എന്തിനാണ് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്, ദേഷ്യം കുറയ്ക്കണം എന്നൊക്കെ ഉമ്മ പറയുമ്പോൾ അക്ബർ വല്ലാതെ പൊട്ടിക്കരഞ്ഞ് ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ ദേഷ്യം കുറയ്ക്കാം, അറിയാതെ ദേഷ്യപ്പെട്ട് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു സീനായിരുന്നു കേട്ടോ, ഉമ്മയും മോനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. കാരണം ശരിക്കും ആ വീടിനകത്ത് പോകുമ്പം പലരുടെയും സ്വഭാവത്തിൽ ഉള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സ്വന്തം വീട്ടിൽ കളിച്ച് ചിരിച്ച് സമാധാനത്തോടെ ജീവിച്ചിരുന്ന അക്ബർ ആ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ട് കാണുമ്പോൾ അയ്യോ, ഇവനൊക്കെ എങ്ങനെയാണ് ഇവന്റെ വീട്ടുകാർ സഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള കുറച്ച് പ്രവർത്തനങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ ഒന്നല്ല അക്ബർ വീടിനകത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് വന്നിട്ടാണ് ഇമാതിരി വേഷം കെട്ട് എന്നാണ് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒന്നല്ല എന്റെ ഉമ്മ നല്ല കളിച്ച് ചിരിച്ച് നടക്കുന്ന പയ്യനാണ്, ബിഗ് ബോസിനകത്ത് പോയിട്ട് നാശമായെന്നാണ് പറയുന്നത്. അപ്പം അക്ബറിന് ചെറിയൊരു തിരിച്ചറിവ് കിട്ടുന്നുണ്ട്. സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഉള്ള അഗ്രസീവ് മോഡൊക്കെ കാണുമ്പോൾ അക്ബറിന് ഒരു പുനർചിന്തനമൊക്കെ വരുന്നുണ്ട്. അയ്യോ, ഞാൻ ഇത്രയും മോശമാണോ എന്ന്, ഇതുവരെ ഞാൻ സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞ് ഇന്ന അക്ബറിന് ചെറിയൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ബിഗ് ബോസ് എന്താ പറയാ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അറിയാതെ കളിക്കട്ടെ, ഒരു സ്വയം മനസ്സിലാക്കാതെ, അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അല്ലാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഹിന്റൊക്കെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗെയിമിനെയൊക്കെ അത് ബാധിക്കും. നല്ലവരായിട്ടിരിക്കട്ടെ, മോശപ്പെട്ടവരായിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ പുറത്ത് നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് പോകുന്നത് അവർക്ക് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ഗെയിം ചേഞ്ച് ചെയ്യും, അഭിനയിക്കാൻ തുടങ്ങും. ഓരെന്താണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയത്തില്ല, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എപ്പിസോഡിൽ തന്നെ അടുത്തത് നമ്മുടെ ഷാരികയും നമ്മുടെ സാരികയും, കലാഭവൻ സാരികയും തമ്മിലുള്ള
ഹോട്ട് സീറ്റിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ ഹോട്ട് സീറ്റില് എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ നടന്ന കാര്യങ്ങളെ സരികയും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ തന്നെ പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ട് കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ലാലേട്ടനോട് ഒരു പറയുന്നുണ്ട് കേട്ടോ. അപ്പം സരിക ഏതായാലും എഴുന്നേറ്റതല്ലേ, അതുകൊണ്ട് സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, പോയി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് സരികനടുത്ത്. അതൊരു എവിക്ഷന്റെ ഒരു പ്രൊസീജിയർ ആയിരുന്നു കേട്ടോ. കാരണം സരികയും ശാരികയും ഉണ്ടായിരുന്ന ഒരു എവിക്ഷൻ ലിസ്റ്റിലെ ഏറ്റവും കുറവ് വോട്ട് സരികയ്ക്കായിരുന്നു. മിക്കവാറും സരിക തന്നെ പോകുമെന്നൊക്കെ ഉള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. കലാഭവൻ സരിക സ്റ്റോർ റൂം വഴി ഇവരോടൊന്നും യാത്ര പറയാൻ പോലും കിട്ടാതെ സമയം കിട്ടാതെ സ്റ്റോർ റൂം വഴി സരികേനെ ഔട്ടാക്കുകയാണ് കേട്ടോ ചെയ്ത്. അവിടെ ബാക്ക് വഴി ഡോർ തുറന്നിട്ട് അവിടെ ക്രൂ മെമ്പേഴ്സ് വന്നിട്ട് അവരുടെ കണ്ണ് കെട്ടി അവരെ തിരിച്ച് ലാലേട്ടന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് എവിക്ഷൻ, ഈ ആഴ്ചയിലെ ഫസ്റ്റ് എവിക്ഷനോട് കൂടിയിട്ട് ആ ശനിയാഴ്ചത്തെ എപ്പിസോഡ് തീരുകയാണ് കേട്ടോ. ലാലേട്ടൻ സരികയോട് എന്ത് പറ്റി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അവിടെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് സരികേനെ യാത്രയാക്കുന്നതായിരുന്നു ശനിയാഴ്ച നടന്ന എപ്പിസോഡ് കേട്ടോ. നല്ലൊരു എപ്പിസോഡായിരുന്നു. എല്ലാവരെയും ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ആര്യനെ, അതുപോലെ തന്നെ അബിയെ, അതുപോലെ തന്നെ ഒനീലിനെ, അതുപോലെ തന്നെ അക്ബറിനെ, അപ്പാനെ, എല്ലാവരെ കുറിച്ചും നല്ല രീതിയിൽ വിമർശിച്ച് നന്നായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. മെയിനായിട്ട് അക്ബർ വധം എന്ന് പറയുന്ന ഒരു സാധനമാണ് അവിടെ അരങ്ങേറിയത്. അക്ബറിന് ശരിക്കും അങ്ങ് തളർത്തി കളഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു ശനിയാഴ്ച നടന്നത് കേട്ടോ. ഇതൊക്കെയാണ് ശനിയാഴ്ച നടന്ന എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ ഞായറാഴ്ച എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സൈനിങ് ഓഫ്, അനിരുദ്ധ്.